ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ കേട്ടറ്റിന് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോഗിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെട്ട കാലഘട്ടം. ഓപ്ഷൻ എ ശൈശവം, ഓപ്ഷൻ ബി ആദ്യബാല്യം ഏർലി ചൈൽഡ്ഹുഡ്, ബാല്യാന്ത്യം ലേറ്റർ ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ ഡി കൗമാരം ടീനേജ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീ ഗാങ് ഏജ് നമുക്കറിയാം. ഈ പ്രീ ഗാങ് ഏജ് എന്ന് പറയുമ്പം വളർച്ച വികാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം അല്ലേ. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വളർച്ചയുമായി ബന്ധപ്പെട്ടും വികസനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. പ്രധാനമായും വികസന ഘട്ടങ്ങൾ നമുക്ക് 6 ആയിട്ട് തിരിക്കാം അല്ലേ. അതിൽ ഒന്നാമത്തെയാണ് ജനനപൂർവ്വ ഘട്ടം എന്ന് പറയുന്നത്, പ്രീ നേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഗർഭധാരണം മുതൽ 280 ദിവസം വരെയാണ് ഈ ജനനപൂർവ്വ ഘട്ടം എന്ന് പറയുന്നത്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് മുതൽ 280, ഏകദേശം ഒരു 280 ദിവസം വരെയാണ് ജനനപൂർവ്വ ഘട്ടം അല്ലെങ്കിൽ പ്രീ നേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ശൈശവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാൻസി അല്ലേ, ജനനം മുതൽ 3 വർഷം വരെ, ജനിക്കുന്നിടം മുതൽ 3 വയസ്സാവുന്നിടം വരെ, കുഞ്ഞിന് 3 വയസ്സാവുന്നിടം വരെയാണ് ശൈശവം എന്ന് പറയുന്നത്. ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 6 വയസ്സ് വരെയാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സ്കൂളിൽ വിടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് ആദ്യകാല ബാല്യം. പിൽക്കാല ബാല്യം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, ഏകദേശം ഒരു 7ാം ക്ലാസ് വരെ, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. കൗമാരം എന്ന് പറഞ്ഞാൽ അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ 12 മുതൽ 19 വയസ്സ് വരെയാണ് അല്ലേ. 19 വയസ്സ് വരെ, ഏകദേശം നമ്മൾ ഡിഗ്രി പഠിക്കുകയാണ്, സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയം വരെയാണ് കൗമാരം എന്ന് പറയുന്നത്. പ്രായപൂർത്തി എന്ന് പറയുന്നത് അതിനുശേഷമാണ് അല്ലേ. 19 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു, അഡൽട്ട്ഹുഡ് ആവുന്നു അല്ലേ, പ്രായപൂർത്തിയാവുന്നു. ഇങ്ങനെ നമുക്ക് ആ ഒരു സമയത്ത് 6 ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തിരിക്കാവുന്നതാണ്. അതിൽ വികസന ഘട്ടങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വികസന ഘട്ടങ്ങളിൽ ജനനപൂർവ്വ ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 280 ദിവസം വരെയാണ് ഗർഭധാരണം മുതൽ 280 ദിവസം വരെയാണ് അല്ലെങ്കിൽ ജനന സമയം വരെയാണ് ജനനപൂർവ്വ ഘട്ടം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള ഘട്ടത്തെയാണ് ജെർമിനൽ പീരീഡ് അല്ലെങ്കിൽ ജീവസ്ഫുരണ ഘട്ടം എന്ന് പറയുന്നത്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണ്. 2 ആഴ്ച മുതൽ 2 മാസം വരെയുള്ള ഘട്ടത്തെ ഭ്രൂണഘട്ടം എംബ്രിയോണിക് പീരീഡ് എന്നറിയപ്പെടുന്നു. 2 മാസം മുതൽ ജനനം വരെയുള്ള ഘട്ടത്തെയാണ് ഫീറ്റൽ പീരീഡ് ഗർഭസ്ഥ ശൈശവ ഘട്ടം എന്ന് പറയുന്നത്. 2 മാസം മുതൽ ജനനം വരെയുള്ള ഒരു ഘട്ടത്തെയാണ് നമ്മൾ ഗർഭസ്ഥ ശൈശവ ഘട്ടം അല്ലെങ്കിൽ ഫീറ്റൽ പീരീഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ശൈശവം എന്ന് പറഞ്ഞാൽ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ശൈശവം എന്ന് പറയുന്നത്. വളരെ വേഗം ശാരീരിക വളർച്ച ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് ശൈശവം. എല്ലാ കാര്യങ്ങളും ശിശു അമ്മയെ ആശ്രയിക്കുന്ന ഒരു ഘട്ടമാണ് ശൈശവം എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് ഒരു പേരുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ആദ്യകാല ബാല്യത്തെയാണ് അല്ലെങ്കിൽ വിദ്യാലയ പൂർവ്വഘട്ടത്തെയാണ്. അതുപോലെ സംഘബന്ധ പൂർവ്വകാലം പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നു. വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. നാസിസത്തിൻ്റെ ഘട്ടം, അഹത്തോടുള്ള സ്നേഹം, അതാണ് നാസിസം. അതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള തീവ്രവികാരം. നാസിസത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തെയാണ്. ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും, ആൺകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹമാണ് ഇഡിപ്പസ് കോംപ്ലക്സ്, പെൺകുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹത്തെ ഇലക്ട്ര കോംപ്ലക്സ് എന്നും പറയുന്നു. ഈ 2 കാര്യങ്ങളും ആദ്യകാല ബാല്യത്തിൽ അല്ലെങ്കിൽ വിദ്യാലയ പൂർവ്വഘട്ടത്തിലാണ് വരുന്നത്. യഥാർത്ഥ ഫാൻറ്റസിയുടെ കാലം എന്നറിയപ്പെടുന്നത് ഈ ഒരു ആദ്യകാല ബാല്യത്തെയാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെയാണ് പിൽക്കാല ബാല്യം, പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്ന് പറയുന്നത്. പിൽക്കാല ബാല്യം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലമാണ് നമ്മൾ പറഞ്ഞു. സംഘബന്ധങ്ങളുടെ കാലം ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തെയാണ്. പിൽക്കാല ബാല്യത്തെയാണ് ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത്. അതായത് സമപ്രായക്കാരായ കുട്ടികളുടെ സംഘത്തിലെ ഒരംഗമാകാനും കൂട്ടുകാരുടെ സംഭാഷണ ശൈലികളും മറ്റ് സ്വഭാവ രീതികളൊക്കെ സ്വായത്തമാക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ പൊരുത്തപ്പെടേണ്ട കാലം ഏജ് ഓഫ് കൺഫോമിറ്റി എന്നറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടമാണ്, പിൽക്കാല ബാല്യമാണ്. ഈ ഘട്ടത്തിലാണ് ഏറ്റവും നല്ല കുട്ടി പോലും തീരെ മോശമായിട്ട് പെരുമാറി തുടങ്ങുന്നതും ശരിയായിട്ടുള്ള മാർഗ്ഗദർശനം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് പറയുന്നത്. കൗമാരം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂൾ കാലഘട്ടമാണ്. നമുക്കറിയാം 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം, സ്റ്റോം ആൻഡ് സ്റ്റിഫ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്റ്റാൻലി ഹാളാണ്. അപ്പം ഞെരുക്കത്തിനെയും പിരിമുറുക്കത്തിനെയും കാലമെന്നും ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെ കാലമെന്നും കൗമാരത്തെ വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാളാണ്. താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമെന്നും കൗമാര കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിട്ടത് ഹോളിംഗ്വർത്ത് ആണെന്നും ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അതേപോലെ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 19 വയസ്സ് മുതലാണ്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായിട്ടുള്ള ഘട്ടമാണ് പ്രായപൂർത്തിയാവുന്നത് പറഞ്ഞാൽ അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ. മുതിർന്നവർ നിർദ്ദേശിക്കുന്ന സാമൂഹിക സാൻമാർഗിക പെരുമാറ്റച്ചട്ടങ്ങളൊത്തായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക എന്നും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്?
ആദ്യ ബാല്യമാണ് ഉത്തരം എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗിൽഫോർഡ്, ഓപ്ഷൻ ബി കട്ട്ലെവിൻ, ഓപ്ഷൻ സി ജോൺ ഡൂയി, ഓപ്ഷൻ ഡി മാർക്ക് ഗാസ്പേർഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഈ 4 പേരുടെ സൈക്കോളജിസ്റ്റുകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയുന്നത്. മാർക്ക് ഗാസ്പേർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ചിൽഡ്രൻ്റെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പിന്നെ സയൻറ്റിഫിക് മെത്തേഡുകളൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റാണ് നമ്മുടെ മാർക്ക് ഗാസ്പേർഡ് എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ കുറച്ച് പേരുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് അല്ലേ. ഇവിടെ ഈ കട്ട്ലെവിൻ എന്ന് പറയുന്ന ആൾ ക്ഷേത്ര സിദ്ധാന്തം എന്ന പദമല്ലേ നമുക്കറിയാവുന്നതാണ്. കട്ട്ലെവിനെയാണ് ക്ഷേത്ര സിദ്ധാന്തം അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ഷേത്ര സിദ്ധാന്തം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്ഷേത്ര സിദ്ധാന്തം നമ്മുടെ കട്ട്ലെവിൻ ആണ് ഈ ഒരു ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയുന്ന പദം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ് ആരുടെയാണെന്ന് വെച്ചാൽ അത് ജോൺ ഡൂയിയുടെയാണ് അല്ലേ. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പദം, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ജോൺ ഡൂയി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ഈ ഗിൽഫോർഡ് എന്ന് പറയുമ്പോൾ ഈ കൺവെർജൻറ്റും ഡൈവർജൻറ്റ് നമ്മൾ കേട്ടില്ലേ, കൺവെർജൻറ്റ് ഡൈവർജൻറ്റ് തമ്മിൽ വേർതിരിച്ച് പഠനം നടത്തിയ വ്യക്തികളാണ് ഈ ഗിൽഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് മാർക്ക് ഗാസ്പേർഡ് ആണ്. ജോൺ ഡൂയി ആണ് ലേണിംഗ് ബൈ ഡൂയിങ് കൊണ്ടുവരുന്നത്. കട്ട്ലെവിനാണ് ക്ഷേത്ര സിദ്ധാന്തം. ഗിൽഫോർഡ് കൺവെർജൻറ്റ് ഡൈവർജൻറ്റ് തിങ്കിങ്ങിനെ തമ്മിൽ വേർതിരിച്ച് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ ഗിൽഫോർഡ് എന്നും നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആരാണ്? ബോണ്ട് തിയറി കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, തോണ്ടൈക്കാണ് ബോണ്ട് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആരാണ്? തോണ്ടൈക്കാണ്. നമുക്കറിയാം തോണ്ടൈക്കിൻ്റെ പഠനസിദ്ധാന്തങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ബന്ധസിദ്ധാന്തം, ഈ ബന്ധസിദ്ധാന്തത്തെയാണ് നമ്മൾ ബോണ്ട് തിയറി അല്ലെങ്കിൽ കണക്ഷനിസം എന്ന് പറയുന്നത്. കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി, ഈ ബന്ധസിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ഇത് തോണ്ടൈക്കാണെന്നറിയാം. ഈ തോണ്ടൈക്കിൻ്റെ അഭിപ്രായത്തിൽ ചോദകവും അതായത് സ്റ്റിമുലസും പ്രതികരണവും റെസ്പോൺസും തമ്മിലുള്ള സംയോഗത്തെയാണ് പഠനത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അദ്ദേഹം. തോണ്ടൈക്കിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അവ തിരുത്തിയാണ് ബന്ധങ്ങൾ രൂപവൽക്കരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ സിദ്ധാന്തത്തെ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ എന്ന് വിളിക്കുന്നുണ്ട്. ഏത് സിദ്ധാന്തത്തെ? ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ കണക്ഷനിസം അല്ലെങ്കിൽ ബോണ്ട് തിയറി, ഇതിനെയാണ് ട്രയൽ ആൻഡ് എറർ സിദ്ധാന്തം എന്നും വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? മനസ്സൊരു ടെലിഫോണിൻ്റെ സ്വിച്ച് ബോർഡിനെ പോലെ പ്രവർത്തിച്ച് ചോദകങ്ങളെ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ പ്രതികരണങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? തോണ്ടൈക്ക്. മനസ്സിലാക്കി വെച്ചേക്കണം. മനസ്സൊരു ടെലിഫോണിൻ്റെ സ്വിച്ച് ബോർഡിനെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ പ്രതികരണങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു പറഞ്ഞ വ്യക്തി ആരാണ്? അത് തോണ്ടൈക്കാണ്. ഇവിടെ പാവ്ലോവ് നമുക്കറിയില്ലേ, പാവ്ലോവ് എന്താണ്? പൗരാണികാനുബന്ധനമാണ് അല്ലേ. പൗരാണികാനുബന്ധനം പാവ്ലോവിൻ്റെയാണ്. പൗരാണികാനുബന്ധനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെയാണ്. തോണ്ടൈക്ക് നമ്മൾ പറഞ്ഞു. സ്കിന്നറിൻ്റെ എന്താണ്? പ്രവർത്തനാനുബന്ധനം അല്ലേ. പ്രവർത്തനാനുബന്ധനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്. അതുപോലെ തന്നെ ആൽബർട്ട് ബന്ദുരയുടെയാണ് നിരീക്ഷണ പഠനം അല്ലേ. ആൽബർട്ട് ബന്ദുര നിരീക്ഷണ പഠനം. അപ്പോൾ ഇതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പാവ്ലോവിൻ്റെയാണ് പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെയാണ് പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ആൽബർട്ട് ബന്ദുരയുടെയാണ് നിരീക്ഷണ പഠനം അല്ലേ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടം എന്നാണ്? എ പീരീഡ് ഓഫ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഈസ് ശൈശവം, ഇൻഫാൻസി, ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, കൗമാരം, അഡോളസെൻസ്, യൗവനം, അഡൾട്ട്ഹുഡ്. ഇതിനകത്ത് ഏതാണ് വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും ഇവിടെ. ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലേ. കൗമാരമാണ് ഉത്തരം. ഈ കൗമാരകാലത്തെ വൈകാരിക വികസനം എന്ന് പറയുന്നത്, കൗമാരകാലത്ത് വൈകാരിക വികസനം അതിൻ്റെ അന്തിമ രൂപം കൈവരിക്കുന്നു. ഇക്കാരണത്താലാണ് കൗമാരത്തെ പിരിമുറുക്കത്തിൻ്റെയും അസ്വാസ്ഥ്യത്തിൻ്റെയും കാലമായിട്ട് കരുതുന്നത്. ഉത്കണ്ഠ, ഭയം, സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങളുടെ തീക്ഷ്ണത മൂലം ഈ ഒരു കാലഘട്ടം വേറിട്ട് നിൽക്കുന്നു. അതുപോലെ കൗമാരം വൈകാരികമായ അസ്ഥിരതയുടെയും തീക്ഷ്ണതയുടെയും കാലമാണ്. ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. കണ്ടോ, കൗമാരം വൈകാരികമായ അസ്ഥിരതയുടെയും തീക്ഷ്ണതയുടെയും കാലമാണ്.
കൗമാരപ്രായക്കാർ വികാര പ്രകടനത്തിൽ സ്ഥിര സ്വഭാവം പുലർത്തുന്നില്ല. ചിലപ്പോൾ ആവേശഭരിതരായ അക്കൂട്ടർ മറ്റു ചിലപ്പോൾ മന്ദരായി കാണപ്പെടും. അവരുടെ വികാരങ്ങൾ കൂടെ കൂടെ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. അവർ നിഷേധ പ്രവണത, അനുസരണക്കേട് എന്നിവയോടൊപ്പം വിനയവും മര്യാദയും പ്രദർശിപ്പിക്കുന്നു. വികാരത്തിൻ്റെ അതിശക്തമായ പ്രവാഹം മൂലം അവരിൽ തീവ്ര വികാരങ്ങൾ രൂപപ്പെടുന്നു. വികാരത്തിൻ്റെ തീവ്രത മൂലം കൗമാരപ്രായക്കാരുടെ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതായത് ഈ കൗമാര കാലഘട്ടത്തിൽ അഡോളസെൻ്റ് പീരീഡിൽ എന്താ പറയുക, അവരുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പം കോപാകുലരായി കാണപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു, വളരെ വിനയകുലരായിട്ടും കാണപ്പെടാം. അപ്പോൾ അങ്ങനെ എന്താണ്, അവർ വൈകാരികപരമായിട്ട് എന്താണ്, അസ്ഥിരതയാണ്, സ്ഥിരതയില്ല അവർക്ക്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. കൗമാര വൈകാരികമായിട്ടുള്ള അസ്ഥിരതയുടെ കാലഘട്ടം ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മോറോൺ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ കേൾവി പ്രശ്നമുള്ള കുട്ടി, കാഴ്ച വൈകല്യമുള്ള കുട്ടി, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി, പഠന വൈകല്യമുള്ള കുട്ടി. ഏതാണ്? നിങ്ങൾ തന്നെ പറ. യെസ്, ഓപ്ഷൻ സി ആണല്ലേ, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. മോറോൺ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടി. കുട്ടികളുടെ ഐക്യു വെച്ചിട്ട് അവരുടെ ബുദ്ധി നമുക്ക് കണക്കാക്കാൻ പറ്റും. 140 മുതൽ ഐക്യു ഉള്ളവരെ പ്രതിഭാശാലി, ജീനിയസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ജീനിയസ് ചോദിച്ചിട്ടുണ്ട്. 140 മുതൽ ഐക്യു ഉള്ളവരെയാണ് ജീനിയസ് എന്ന് വിളിക്കുന്നത്, പ്രതിഭാശാലി എന്ന് പറയാം. 120 മുതൽ 140 വരെ, എറൗണ്ട് ഞാൻ ഒരു 140 ആക്കിയേക്കുവാണ്. ഇവിടെ നമുക്ക് 139 എന്നായിരിക്കും വരുന്നത് ചിലപ്പോൾ കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഒരെണ്ണം കൂട്ടി 140 എന്ന് ഇവിടെ ഇട്ടേക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. 120 മുതൽ 139 വരെയാണ് കറക്റ്റ്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ 140 ആക്കിയിരിക്കുകയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ 139 ആയിരിക്കും ചിലപ്പം ഇവിടെ കാണുന്നത്. അപ്പോൾ 120 മുതൽ 140 വരെ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്ന് പഠിക്കാം. അതിബുദ്ധിമാൻ അല്ലെങ്കിൽ വെരി സുപ്പീരിയർ ആയിരിക്കും. 110 മുതൽ 120 വരെ ബുദ്ധിമാൻ അല്ലെങ്കിൽ സുപ്പീരിയർ. 90 മുതൽ 110 വരെ ശരാശരിക്കാരൻ അല്ലെങ്കിൽ ആവറേജ്. അതുപോലെ തന്നെ 80 മുതൽ 90 വരെയുള്ളവരെയാണ് ബുദ്ധി കുറഞ്ഞവൻ എന്ന് പറയുന്നത്. 80 മുതൽ 90 വരെ ആകുമ്പം ഡള്ളാണ്, ബുദ്ധി കുറഞ്ഞവനാണ്. ഈ ഒരു വേർഡ് മനസ്സിലാക്കിയിരിക്കണം, ഡൾ. അതുപോലെ 70 മുതൽ 80 വരെ ആകുമ്പോൾ അതിർരേഖയാണ്, ബോർഡർ ലൈനാണ്. അതായത് ബുദ്ധി കുറഞ്ഞവനും അതിൽ താഴെ വരുമ്പോൾ എന്താണ്, അതിർരേഖയുള്ള ആളുമാണ്, ബോർഡർ ലൈൻ. അതിന് 70 താഴെയാണ് ഫീബിൾ മൈൻഡഡ് എന്ന് പറയും. നമ്മളെയൊക്കെ കളിയാക്കി വിളിക്കുന്നത് മന്ദബുദ്ധികളെന്ന്. അപ്പോൾ ഈ ഫീബിൾ മൈൻഡഡ് ആണ് നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. 70 താഴെയാണ് നമ്മുടെയൊക്കെ ഐക്യു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 70 താഴെ ആകുമ്പോൾ നമ്മൾ എന്താണ്, ഫീബിൾ മൈൻഡഡായി, മന്ദബുദ്ധികളായി. പിന്നെ അതുപോലെ തന്നെ 50 മുതൽ 70 വരെയുള്ള അതിനെയാണ് മോറോൺസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. മോറോൺസ് പറയുമ്പോൾ എത്ര ഇതാണ്, 50 മുതൽ 70 ആണ് ഒരു ആ ഒരു ബിറ്റ്വീൻ 50 മുതൽ 70 വരെയുള്ള ഐക്യു ഉള്ളവരെയാണ് മോറോൺസ് എന്ന് പറയുന്നത്. 25 മുതൽ 50 വരെ ആകുമ്പം ഇംബസിൽസ് എന്ന് പറയും. ഇംബസിൽസ് ഇതും മനസ്സിലാക്കുക. ഇംബസിൽസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 മുതൽ 50 വരെയാണ് ഇംബസിൽസ് എന്ന് പറയുന്നത്. 25 താഴെ വരുമ്പം ഇഡിയറ്റ്സ് എന്ന് പറയും. നമ്മൾ ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിക്കാറുണ്ടല്ലേ, ഇഡിയറ്റ്, ഈ ഒരു ഇഡിയറ്റ് ആണെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മളെന്താണ്, ഈ 25 താഴെ ആകുമ്പോൾ നമ്മൾ ഇഡിയറ്റുകളാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? നമുക്കറിയാം അല്ലേ, പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടേതാണ്? സ്കിന്നറുടേതാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോഗ്രാംഡ് ലേണിംഗ് സ്കിന്നറുടേതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 1950കളിൽ ഒരു അദ്ദേഹം അമേരിക്കൻ ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ആരെന്ന് പറയുന്നത്, സ്കിന്നർ എന്ന് പറയുന്നത്. അദ്ദേഹം നടത്തിയ കുറേ വർക്കുകളിൽ നിന്നാണ് ഈ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ലോകത്തൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പ്രോഗ്രാംഡ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ. ഈ ഒരു പ്രോഗ്രാം ലേണിങ്ങിൻ്റെ എന്താ പറയുക, സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഉടനടിയുള്ള പ്രബലനമൊക്കെ ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. അതുപോലെ ലേണർക്ക് റിവാർഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ സ്കിന്നർ ഈ പ്രോഗ്രാം ലേണിംഗ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. ഇപ്പം ഒരു വിഷയത്തെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠനം ഒരു യന്ത്രം പോലെ അങ്ങ് പ്രോഗ്രാം ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു കാർഡിൻ്റെ അപ്രോച്ചിലൂടെയാണ് അദ്ദേഹം പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോഗ്രാംഡ് ലേണിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അത് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ക്യാറ്റ് അല്ലേ, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ക്യാറ്റ് നിർമ്മിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഉത്തരം എന്ന് പറയുന്ന എ ആണല്ലേ, ഓപ്ഷൻ പറയുകയേ വേണ്ട, ബെല്ലക്കാണല്ലേ. ബെല്ലക്ക്, മോർഗൻ, മുറേ, CG യുങ് ഒക്കെ ഇവിടെ ഓപ്ഷനിലുണ്ട്. അപ്പം ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ച ആരാന്ന് വെച്ചാൽ ആരാണ്?
അതായത് ക്യാറ്റ് നിർമ്മിച്ചത് ആരാണ്? ബെല്ലക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്ക് അല്ല, ഒരു വ്യക്തിമാപനത്തിന് നടത്തുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നും പറയില്ല, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റാണ് ഈ പറയുന്ന ക്യാറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മോർഗനും മുറയാണ്. ടാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാണ്, ടാറ്റ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ടാറ്റ് നിർമ്മിച്ചത് ആരാണെന്ന് വെച്ചാൽ മോർഗനും മുറയും. ഇവർ 2 പേരെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോർഗനും മുറയും ചേർന്നിട്ടാണ് ഈ ടാറ്റ് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. മോർഗനും ചിലപ്പം കാണും, മുറയും ചിലപ്പം കാണും. ഇവർ 2 പേരും കാണും. അപ്പോൾ മോർഗനും മുറയും ചേർന്നിട്ടാണ് ടാറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ കാറ്റ് നമ്മൾ പറഞ്ഞു ബെല്ലക്കാണ്. പിന്നെ CG യുങ്ങിൻ്റെ ആണ് വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വാറ്റ് CG യുങ് ആണ് കേട്ടോ. അതും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. CG യുങ്ങിൻ്റെ ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. CG യുങ് ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റൊന്നാണ് നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. റോഷാക്കിൻ്റെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലേ, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, IBT ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആരുടെയാണ്? റോഷാക്കിൻ്റെ ആണെന്ന് നമുക്ക് ആൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ്? ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ് അല്ലേ. ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ പിയാഷെ, വൈഗോട്സ്കി, ബ്രൂണർ, അസ്ബെൽ. ആരുടെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി? കണ്ണു അടച്ച് എഴുതാല്ലേ, പിയാഷെ. ജനറ്റിക് എപ്പിസ്റ്റമോളജി നമുക്കറിയാം, നമ്മൾ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൊഗ്നിറ്റീവ് തിയറീസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ് നമുക്കറിയാം? പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, അസ്ബെൽ ഉണ്ട്, സുഷ്മാൻ ഉണ്ട്. ഇവരൊക്കെയാണ് വൈജ്ഞാനിക സിദ്ധാന്തം കൊഗ്നിറ്റീവ് തിയറീസിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ഈ പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവായിട്ട് വിശേഷിപ്പിച്ചതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന്. അതായത് മനുഷ്യരിൽ വിജ്ഞാനം എങ്ങനെയാണ് വികസിതമാകുന്നത് എന്നതായിരുന്നു പിയാഷെയുടെ ശ്രദ്ധ. തൻ്റെ പരിസ്ഥിതിയുമായിട്ട് മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു. അങ്ങനെ തന്നെ മനസ്സിൽ ഒരു വൈജ്ഞാനിക ഘടന, ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് സ്കീമ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, സ്കീമ. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകമാണ് സ്കീമ. ജീവി ഉൾക്കൊണ്ട ഒരു അനുഭവത്തിൻ്റെ മാനസിക ബിംബമായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാം. അതായത് കണ്ണടയ്ക്കുന്നത്, എഴുതുന്നത്, പുഞ്ചിരിക്കുന്നത്, ടാറ്റ പറയുന്നതൊക്കെ എന്താണ്? ഒരു സ്കീമാണ്. ഈ സ്കീമുകളുടെ ഒരു ശ്രേണിയെ നമുക്ക് എന്ത് വിളിക്കാം? സ്കീമെന്നും വിളിക്കാം. അതൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവായിട്ട് വിശേഷിപ്പിച്ചത് എന്താണ്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. അടുത്ത് നോക്കിയ 9ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധ, ഓർമ്മ, ചിന്താവികാരം. നമ്മുടെ ചങ്ക എന്ന് പറയത്തില്ലേ, ചങ്ക എന്ന്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ചങ്കെന്നല്ലേ വിളിക്കുന്നത്, ചങ്കെന്നല്ലേ. അപ്പോൾ ചങ്കിനെ എന്തായിരിക്കും? നമുക്ക് എപ്പോഴും നല്ല ഓർമ്മയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ഓർമ്മയാണ്. ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തുള്ള ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഇത് സംഖ്യകൾ ഓർമ്മയിൽ നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവത്തെയാണ് ചങ്കിങ് എന്ന് പറയുന്നത്. സംഖ്യകളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി, ഓർമ്മയാണ് പ്രധാനമായിട്ട്, മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചങ്കിങ്. സംഖ്യകളൊക്കെ ഓർമ്മയിൽ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മറ്റിനങ്ങൾക്കും ആകാമെങ്കിൽ സാധാരണഗതിയിൽ ഹ്രസ്വകാല സ്മരണ 5 or 6 അക്കങ്ങളിലോ മറ്റിനങ്ങളിലോ ആണ് ഒതുങ്ങുക. അതായത് ഒരു ഹ്രസ്വകാല ഷോർട്ട് ടൈം മെമ്മറി എന്നൊക്കെ നമ്മൾ പറയില്ല, 5 or 6 അക്കങ്ങളിലൊക്കെ ഒക്കെ ഒതുങ്ങുന്നത്. ചില ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് കാണാപ്പാടം പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ. നിങ്ങൾ 13 അക്കമുള്ള ഒരു ടെലിഫോൺ നമ്പർ ഓർമ്മയിൽ വെക്കണമെന്നിരിക്കട്ടെ. അവയെല്ലാം ഒറ്റയടിക്ക് ഓർക്കുന്നതിന് പകരം അതിന് 5 അക്കങ്ങളുടെ 3 കഷ്ണങ്ങളായിട്ട് പിരിക്കുക. നമ്മളിപ്പം നമ്മുടെ നമ്പർ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ നമ്പർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് 9995604359 എന്നാണ് എൻ്റെ നമ്പർ. അപ്പോൾ ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ പഠിച്ചിരിക്കും, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ഓർത്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർമ്മ ആണെന്നാണ്. സംഖ്യകളൊക്കെ ഓർമ്മയിൽ നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് ചങ്കിങ്. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ടൈം പ്രൈവറ്റ് സ്പീച്ച് ഈസ് റിലേറ്റഡ് ടു നോം ചോംസ്കി ഉണ്ട്, ഗോൾബർഗ് ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്, പിയാഷെ ഉണ്ട്. ആരാണ് പറ? യെസ്, ഉത്തരം ശരിയാണ്, വൈഗോട്സ്കി ആണ് കേട്ടോ. പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ വൈഗോട്സ്കിയാണ്. അതായത് ഒരു കുട്ടി സ്വയം സംസാരിക്കുന്ന പ്രവൃത്തിയെ വിവരിക്കാൻ സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച് എന്നൊരു പദമാണ് വൈഗോട്സ്കി ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കുട്ടി സ്വയം സംസാരിക്കുന്ന പ്രവൃത്തിയെ വിവരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉയർന്ന മാനസിക പ്രക്രിയകളുടെ വികാസത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിൻ്റെ മെയിൻ ടോപ്പിക്കാണ് ഈ പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. വലിയ കാര്യമൊന്നുമല്ല. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന പദം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ അത് വൈഗോട്സ്കിയാണ്. ഒരു കുട്ടി സ്വയം സംസാരിക്കുന്ന പ്രവൃത്തി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവ. എപ്പോഴും ചോദിക്കുന്ന കേട്ടനല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇതുപോലെ സെയിം അബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
നമുക്കറിയാവുന്നതാണ്. ഇപ്പം അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി ഏറ്റവും ഉയർന്ന ശ്രേണി ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ്? ഇതാണ് ഉത്തരം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ആത്മസാക്ഷാത്കാര ആവശ്യങ്ങളാണ് അല്ലേ? ഈ അബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറികളും കാര്യങ്ങളും മാത്രം നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. അദ്ദേഹം മാസ്ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ഈ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് അല്ലേ? എല്ലാ വ്യക്തികൾക്കും പൂർത്തീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലൂടെ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഏതെന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സ്. ആ ശ്രേണിയുടെ അടിയിലായിട്ട് നൽകിയിട്ടുള്ളപ്പോൾ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും ഉയർന്ന തലത്തിൽ നൽകിയിട്ടുണ്ട്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഹയറാർക്കി ഓഫ് നീഡ്സിൽ ഏറ്റവും താഴത്തെ ആവശ്യമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന സാക്ഷാത്കരിക്കപ്പെട്ട ആവശ്യമാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാണാൻ പറ്റും മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഒന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞ ഫിസിയോളജിക്കൽ നീഡ്സിലെ ശാരീരിക ആവശ്യങ്ങൾ, രണ്ടാമത്തെയാണ് സുരക്ഷിതത്വം, മൂന്നാമത്തെയാണ് സ്നേഹിക്കപ്പെടുക. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ആവശ്യം സ്നേഹിക്കപ്പെടുക, 4 ആദരിക്കപ്പെടുക, 5 വൈജ്ഞാനികം, 6 സൗന്ദര്യാത്മകം, 7 ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഓർഡറിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ ആത്മസാക്ഷാത്കാരം, ഏറ്റവും ലാസ്റ്റത്തെ ശാരീരിക ആവശ്യങ്ങൾ. ഈ ഒന്നാമത്തെ ശാരീരിക ആവശ്യങ്ങൾ നീഡ്സ്, ആ ഒരു നീഡ്സ് നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് സുരക്ഷിതത്വത്തിലേക്ക് പോകാൻ പറ്റൂ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്നേഹിക്കപ്പെടുക, അതിനും ആദരിക്കപ്പെടുക, അങ്ങനെ നമുക്ക് ഓരോ ലെവലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവസാനത്തെ ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആൽബർട്ട് ബന്ദുര, വൈഗോട്സ്കി, അസ്ബൽ, ബ്രൂണർ. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആൽബർട്ട് ബന്ദുരയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ സിദ്ധാന്തമാണെന്ന് വെച്ചാൽ ആൽബർട്ട് ബന്ദുരയുടെയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആൽബർട്ട് ബന്ദുരയുടെ സാമൂഹിക പഠന സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൽബർട്ട് ബന്ദുര തൻ്റെ അഡോൾസെൻ്റ് അഗ്രഷൻ, അതുപോലെ അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനലൈസിസ്, സോഷ്യൽ ലേണിംഗ് തിയറി 3 വർഷങ്ങളിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. ആ ടെക്സ്റ്റുകളിലൂടെ സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആക്രമണ വാസന പോലുള്ള പല തെറ്റായ ശീലങ്ങളും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഏത് തരമുള്ള നല്ല ചിന്തകളാണെങ്കിലും മോശം ചിന്തകളാണ്. ഇപ്പോൾ ആക്രമണ വാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണെന്നാണ് ആര് പറയുന്നത്? ആൽബർട്ട് ബന്ദുര പറയുന്നത്. ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, ഇപ്പോൾ ചില സിനിമകളൊക്കെ കണ്ടിട്ട് ആ രീതിയിലൊക്കെ ക്രൈം ചെയ്യുന്നവരില്ലേടെ, അപ്പോൾ അവരൊക്കെ എന്താണ് ആ സിനിമ കണ്ടിട്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ചെയ്യുന്നതല്ലേ. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ, വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യം, അമ്മയുടെ അച്ഛൻ്റെയും പെരുമാറ്റ രീതികൾ ഒക്കെ കണ്ടുകൊണ്ടാണ് കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്ന് ആൽബർട്ട് ബന്ദുര ഒരു പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണത്തെ നമ്മൾ പഠിച്ചിട്ടാണ് ബോബോ പാവ പരീക്ഷണം, നമുക്കറിയാവുന്ന പരീക്ഷണം അല്ലെ ബോബോ പാവ പരീക്ഷണം അല്ലെങ്കിൽ ബോബോ ഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് കാര്യമാണ് നമുക്കറിയാം. അതായത് ആൽബർട്ട് ബന്ദുര പറഞ്ഞിട്ടുള്ളതിൽ ഒരു വള്ളിയും പുള്ളിയും തെറ്റാതെ കറക്റ്റ് കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു എക്സ്പെരിമെൻ്റ് അദ്ദേഹം ആ ഒരു ബോബോ പാവ പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് വലിയൊരു പാവയെ പ്രസിദ്ധനായ ഒരു വീഡിയോ മോഡൽ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ചിത്രം കുട്ടികളെ കാണിക്കുന്നു. പാവയെ ചവിട്ടി അരയ്ക്കുക, വായുവിൽ ഉയർത്തിയെറിയുക, തലയ്ക്കടിക്കുക, മൂക്കിന് ശക്തമായിട്ട് തൊഴിക്കുക എന്നിങ്ങനെ എല്ലാമുള്ള മർദ്ദന മുറകളാണ് ഈ ഒരു മോഡൽ അവലംബിച്ചത്. വീഡിയോ ചിത്രം കാണുന്നതിന് ശേഷം കുട്ടികളെ മനോഹരമായ കളിക്കോപ്പുകൾ നിറഞ്ഞ ഒരു മുറിയിലിരുത്തുന്നു. കുട്ടികൾക്ക് കളിക്കോപ്പുകളൊക്കെ കൈക്കലാക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. കളിക്കോപ്പുകൾ തൊടാൻ പോലും സാധിക്കാത്തതിനാൽ കുട്ടികൾ അങ്ങേയറ്റം നിരാശരാകുന്നു. കുട്ടികൾ കോപാകുലരാവുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രസ്തുത മുറിയിൽ നേരത്തെ കാണിച്ച വീഡിയോ ചിത്രത്തിലേതുപോലെയുള്ള പാവകളാണുള്ളത്. 88% കുട്ടികളും വീഡിയോ ചിത്രത്തിൽ കണ്ടതുപോലെ പാവകളെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്തത്. 8 മാസത്തിന് ശേഷം 40% കുട്ടികൾ അതേ ആക്രമ സ്വഭാവം വീണ്ടും പ്രകടിപ്പിച്ചിരുന്നതായിട്ടും ആൽബർട്ട് ബന്ദുര കണ്ടെത്തി. അക്രമാകത്വ പെരുമാറ്റ രീതികൾ രൂപപ്പെടുന്നത് എങ്ങനെ? അക്രമ സ്വഭാവത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഭാവിയിൽ അക്രമ സ്വഭാവ രീതികൾ തുടരുമോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? എന്നീ കാര്യങ്ങളുടെ വിശദീകരണം ലഭിക്കാനാണ് ഈ പരീക്ഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ഇവിടെ കുട്ടികളിൽ നിരീക്ഷണ പഠനമാണ് നടക്കുന്നത്. നിരീക്ഷണ പഠനത്തെ അനുകരണം അല്ലെങ്കിൽ മാതൃക അനുകരണം എന്നും വിളിക്കുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ അനുകരിക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നത്. നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മമായ തലത്തിൽ സാമൂഹിക വികാസത്തിന് അടിസ്ഥാനമെന്നാണ് ആൽബർട്ട് ബന്ദുര സിദ്ധാന്തിക്കുന്നത്. അതുകൊണ്ട് ബന്ദുരയുടെ സാമൂഹിക വികാസ സങ്കല്പത്തിന് നിരീക്ഷണ പഠന സിദ്ധാന്തം തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും
പറയാറുണ്ട്. ഈ നിരീക്ഷണ പഠന പ്രക്രിയയ്ക്ക് മാതൃക നൽകൽ മോഡലിംഗ്, ശ്രദ്ധ അറ്റൻഷൻ, നിലനിർത്തൽ റിട്ടൻഷൻ, ചാലക പ്രകടനം മോട്ടോ റിപ്രൊഡക്ഷൻ, അഭിപ്രേരണ അഥവാ പ്രബലനം മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നിങ്ങനെ 5 അടിസ്ഥാന ഘടകങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നിരീക്ഷണ പഠനത്തിലെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വേണം ചോദിക്കാം. മോഡലിംഗ്, അറ്റൻഷൻ, റിട്ടൻഷൻ, അതുപോലെ മോട്ടോർ റിപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റിന് ഉത്തരം മനസ്സിലായി. അപ്പം അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം. നമ്മുടെ കോൾബർഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം. 13ാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 10 മുതൽ 13 വയസ്സ് വരെയാണ്. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഒന്നാമത്തെയാണ് പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഈ ഒരു തലത്തിൽ ഇത് 3 തലമുണ്ട്. ഈ 3 തലത്തിലും 6 ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഈ ഒരു കോൾബർഗിൻ്റെ ഈ നൈതിക വികാസ ഘട്ടം നമുക്ക് മിക്കവാറും കേട്ടിട്ട് പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന ഒന്നാണ്. അപ്പം ഈ പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടത്തിലെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടമാണ് ശിക്ഷണവും അനുസരണവും അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ്. രണ്ടാമത്തെയാണ് പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റീവ്സം. അപ്പോൾ ഈ 2 ഘട്ടങ്ങൾ നമ്മൾ പഠിക്കണം. ഈ 2 ഘട്ടങ്ങൾ ഏത് തലത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ശിക്ഷണവും അനുസരണയും അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഏത് തലത്തിലാണ് വന്നിട്ടുള്ളതെന്ന് ചോദിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടത്തിലാണ് ഈ ഒരു തലത്തിലാണ് ഈ ഒരു ഘട്ടം ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസവും ഈ ഒരു പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ വരുന്ന ആ ഒരു തലത്തിൽ വന്നിട്ടുള്ള ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കണം. ഈ 2 ഘട്ടവും ഈ ഒരു തലത്തിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സവിശേഷതകളും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിൽ വരുന്നിട്ടുള്ള സവിശേഷതകൾ. 1, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുസരണ ഘട്ടം. ഇത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുസരണ ഘട്ടം കോൾബർഗിൻ്റെ ഏത് തലത്തിൽ വന്നിട്ടുള്ളതാണെന്ന് വെച്ചാൽ അത് പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് കുട്ടി ചിന്തിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് കുട്ടി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടമാണ്. അല്ലേ, നമുക്ക് ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കുട്ടി പഠിക്കുന്നു. ഇപ്പം ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് പറയുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, പുസ്തകം എടുത്തിട്ട് പഠിക്കുന്നു. അതുപോലെ ഭാവിയിലെ ആനുകൂല്യങ്ങൾക്ക് നന്നായിട്ട് പെരുമാറുന്നു. എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു, ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായിട്ട് നന്നായിട്ട് പെരുമാറും, പഠിക്കുന്നു, എക്സാം നല്ല രീതിയിൽ പാസ്സാവുന്നു. അതുപോലെ ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യമൊക്കെ മുൻനിർത്തിയാണ്. ഇപ്പം അടികൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വീട്ടുകാരുടെ അടികൊള്ളൂ എന്ന് പേടിച്ച് എന്ത് ചെയ്യുന്നു, കുരുത്തക്കേട് കാണിക്കാതിരിക്കുക. അതൊക്കെ ചട്ടങ്ങൾ പാലിക്കുന്നതൊക്കെ തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. അതുപോലെ തന്നെ നീതിനിഷ്ഠ പാരസ്പര്യം, റെസിപ്രോസിറ്റി, അതുപോലെ തന്നെ തുല്യമായിട്ട് പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങളൊക്കെ പ്രകടമാണ്. ഈ നീതിനിഷ്ഠ പാരസ്പര്യം അതുപോലെ തന്നെ തുല്യമായിട്ട് പങ്കിടുന്ന ആ ഒരു രീതി, കേവല രൂപങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രകടമായിട്ട് കാണാറുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ രണ്ടാമത്തെയാണ് യാഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി. ഇതിനകത്ത് വരുന്നതാണ് ഈ ഒരു തലത്തിൽ വരുന്നതാണ് ഈ 2 ഘട്ടങ്ങൾ. ഒന്ന് അന്തർവൈയക്തിക സമന്വയം അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ്, സാമൂഹിക പാലനം അല്ലെങ്കിൽ നിയമവും സമാധാനവും, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ. സാമൂഹിക പാലനം അല്ലെങ്കിൽ നിയമവും സമാധാനവും ഇത് രണ്ടും യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൽ വരുന്നതാണ്, കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്നതാണ്. അതിൻ്റെ പ്രത്യേകതകളാണ്: 1, മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നു. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു. ഇതും ചോദിച്ചിട്ടുണ്ട്. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന കാലഘട്ടവും കോൾബർഗിൻ്റെ യാഥാസ്ഥിതിക സദാചാര ഘട്ടം കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്നതാണ്. അതേപോലെ സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു. സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയും. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണ് കുട്ടികൾ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യാഥാസ്ഥിത സദാചാര ഘട്ടമാണ്. പിന്നെ മൂന്നാമത്തെയാണ് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം എന്ന് പറയും. പോസ്റ്റ്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇവിടെ പോസ്റ്റ് പ്രീ എന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ മലയാളം ഇച്ചിരി ടഫായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അതിൽ വരുന്ന 2 സാമൂഹിക വ്യവസ്ഥ, നിയമപരം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ്
സാർവജനീന സദാചാര തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയും 6. അപ്പോൾ ഈ 2 ഘട്ടങ്ങളും ഈ ഒരു തലത്തിൽ വരുന്നതാണ് മനസ്സിലാക്കുക. യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി വരുന്നതാണ് സാമൂഹിക വ്യവസ്ഥ നിയമപരം അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ്, സാർവജനീന സദാചാര തത്വം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ വരുന്നത്. ഇത് രണ്ടും ഇതിനകത്തുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാം നോക്കിയാൽ സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യനന്മയ്ക്കായിട്ട് ആയിരിക്കുമെന്ന വിശ്വാസം, അതുപോലെ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളോട് സന്മാർഗ മാതൃകളുമായിട്ട് ആയോജനം പുലർത്തുന്ന ഘട്ടം. ഇപ്പം നമ്മുടെ ഭരണഘടനയോടും ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടൊക്കെ കൂറ് പുലർത്തുകയും അതുപോലെ തന്നെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിളുമായിട്ടൊക്കെ കുട്ടി ബന്ധം പുലർത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ ഈ സാർവലൗകികമായിട്ടുള്ള സന്മാർഗ സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന ഘട്ടം, ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കോൾബർഗിൻ്റെ നൈതിക വികാസ ഘട്ടത്തിൽ ഏജ് കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഒരു അടുത്തൊരു പട്ടികയോടെ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഏജ് കാണാൻ പറ്റും. നോക്കി, വ്യവസ്ഥാപിത പൂർവ്വതലം, ഒന്നാമത്തെ തലമാണ് വ്യവസ്ഥാപിത പൂർവ്വതലം. ഇവിടെ നമുക്ക് വ്യവസ്ഥാപിത പൂർവ്വതലത്തിന് പകരം മറ്റൊരു പേരായിരുന്നു, ഏതായിരുന്നു? പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടമായിരുന്നില്ല. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്താണ്? പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്നാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ മറ്റൊരു പേര് കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്ന് പറയുന്നത് വ്യവസ്ഥാപിത പൂർവ്വതലം എന്നായിരുന്നു. വ്യവസ്ഥാപിത പൂർവ്വതലം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് മനസ്സിലാക്കി വെച്ചേക്കുക. കൺവെൻഷണൽ മൊറാലിറ്റിയാണ് അതെന്ന് പറയുന്നത്. പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്ന് പറഞ്ഞാലും വ്യവസ്ഥാപിത പൂർവ്വതലം എന്ന് പറഞ്ഞാലും പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 മലയാളം വേർഡുകളും നമുക്ക് വേണമെങ്കിൽ വരാം. മലയാളത്തിലാണെങ്കിൽ ഈ 2 പേരുകൾ നമുക്ക് ചോദിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഈ വ്യവസ്ഥാപിത പൂർവ്വതലം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ തലമാണ്. അത് 4 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. 4 മുതൽ 10 വയസ്സ് വരെയുള്ള ഘട്ടത്തെയാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യവസ്ഥാപിത പൂർവ്വതലം. അതിൽ ഘട്ടം 1 പറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. ഘട്ടം 2 ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. രണ്ടാമത്തെ തലമാണ് വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി. പേരുകൾ തമ്മിൽ മാറുന്നുള്ളൂ, വ്യത്യാസവും കാര്യങ്ങളൊന്നും വേറെ ഒന്നും മാറുന്നില്ല എന്ന് മനസ്സിലാക്കണം. യാഥാസ്ഥിത സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി, അതിനിവിടെ പറയുന്ന പേരാണ് വ്യവസ്ഥാപിത തലം. രണ്ടും എന്താണ്, മലയാളം പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. അത് ഇംഗ്ലീഷ് വേർഡ് മാറുന്നില്ല. കൺവെൻഷണൽ മൊറാലിറ്റി തന്നെയാണ് വ്യവസ്ഥാപിത തലത്തിനുള്ള പേര്. 10 മുതൽ 13 വയസ്സ് വരെ. 10 മുതൽ 13 വയസ്സ് ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, അല്ലേ? 10 മുതൽ 13 വയസ്സ് വരെ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 10 മുതൽ 13 വയസ്സിൽ കോൾബർഗിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വ്യവസ്ഥാപിത തലമാണെന്ന് മനസ്സിലാക്കണം. കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. അതിനകത്ത് വരുന്ന 2 ഘട്ടങ്ങളാണ്. സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു, സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. അതുപോലെ മൂന്നാമത്തെ തലമാണ് വ്യവസ്ഥാപിതാനന്തര തലം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. 13 വയസ്സിന് ശേഷമാണ് ഇത് വരുന്നത്. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായിട്ടും സന്മാർഗ മാതൃകളുമായിട്ട് ആയോജനം പുലർത്തുന്നു, സാർവലൗകികമായ സാൻമാർഗ സിദ്ധാന്തങ്ങളുമായിട്ടും ആയോജനം പുലർത്തുന്ന കാലഘട്ടമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതിനകത്ത് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, കാര്യങ്ങളൊന്നും മാറുന്നില്ല. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. പ്രക്ഷേപണം, യുക്തീകരണം, പ്രതിപൂർത്തി, ദമനം. ഓപ്ഷൻ ബി യുക്തീകരണം. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ഓപ്ഷൻ ബി യുക്തീകരണമാണ് ഒരു ഉത്തരം. ഇതെന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സമായോജന ക്രിയാതന്ത്രങ്ങളെന്ന് പറയും. അമ്മ എനിക്ക് എന്തിനാ മിനുസമുള്ള ചൂറ്റുപാത്രം വാങ്ങി തന്നത്? അതുകൊണ്ടല്ലേ അത് വെള്ളത്തിൽ വീണ് പോയത്. ചൂറ്റുപാത്രം വെള്ളത്തിൽ കളഞ്ഞു പോയ കുട്ടി വീട്ടിലെത്തി അമ്മയോട് കയർത്ത് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഇതൊരു കോളം കണ്ടോ? അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താണ്? ഇതൊരു സമായോജന ക്രിയാതന്ത്രമാണ്, അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. അപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം കുറേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മനസ്സിലാക്കി വെച്ചേക്കുക, മറന്നു പോകാതിരിക്കുക. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ പൊതുവെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ സമായോജന തന്ത്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്നു. ഇത്തരം തന്ത്രങ്ങളിലൂടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനോ ഒഴിവാക്കാനോ കഴിയുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം. അതുവഴി മാനസിക അസ്വാസ്ഥ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. ഓരോ വ്യക്തിക്കും വ്യക്തിത്വം നിലനിർത്താൻ സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക. അതായത് ഓരോ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഓരോ തന്ത്രങ്ങൾ അവർ മെനയുന്നു, അല്ലേ? അതിനകത്ത് ചില തന്ത്രങ്ങളൊക്കെയാണ് നിഷേധമല്ല, ഡിനയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗ്ഗമാണ് ഈ ഒരു നിഷേധം എന്ന് പറയുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മൾ കാണാതെ അങ്ങ് പോകത്തില്ലേ, മൈൻഡ് ചെയ്യാതെ പോകത്തില്ലേ? അതുപോലെ വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക. ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം.
അതുപോലെ ദമനം, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നൊരു പ്രക്രിയയാണ് ദമനം. പാപബോധം ജനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാം അധികമായിട്ട് വിസ്മരിക്കുന്നത്. വളരെ അപകടകരമായ തന്ത്രമാണ് ദമനം എന്ന് പറയുന്നത്. അതായത് ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തി വെക്കുന്നത് പല മാനസിക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പ്രശ്നത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ദമനത്തിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ വരുന്നതല്ലേ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മുടെ അബോധം മനസ്സിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ്. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ തള്ളിവിടുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സ്വപ്നത്തിലൊക്കെ ഞെട്ടി എണീക്കത്തില്ലേ, ചില സമയത്തൊക്കെ രാത്രിയിലൊക്കെ ഞെട്ടി എണീക്കുക, കട്ടിലിൽ നിന്ന് താഴെ വീഴുക, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ദമനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധ മനസ്സിലേക്ക് ഇങ്ങനെ ഊർന്നു വരുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളും സ്വപ്നങ്ങളും, ആന കുത്താൻ വരുന്നതും വണ്ടി മറി കൊക്കയെ മറിയുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ദമനത്തിലൂടെയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ മൂന്നാമത്തെയാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ, സർവ്വസാധാരണമായിട്ടുള്ള ഒരു സമായോജന തന്ത്രമാണ്. ഇതിലൂടെ വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകളൊക്കെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ യുക്തീകരണത്തെ 2 രീതിയിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, 2 മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഇത് രണ്ടും യുക്തീകരണത്തിൽ വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് യുക്തീകരണം, റാഷണലൈസേഷൻ വരുന്നതാണ് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങ ശൈലിയും. അതുപോലെ മറ്റൊരു ഡിഫൻസ് മെക്കാനിസമാണ് ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ ശക്തമായിട്ടുള്ള സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്നൊരു പ്രക്രിയയാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. മാനസിക സംഘർഷം ഒഴിവാക്കാൻ സമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു മാർഗ്ഗം തേടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഉദാഹരണം, മക്കളില്ലാത്തൊരു ധനാഢ്യൻ, ഒരു പണക്കാരൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അദ്ദേഹത്തിന് മക്കളില്ല എന്ന് പറയുന്ന നിരാശാബോധം എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഉദാത്തീകരണം. അതേപോലെ അനുപൂരണം, കോമ്പൻസേഷൻ, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുപൂരണം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, പഠന കാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു അല്ലേ. പഠന കാര്യങ്ങൾ വലിയ പഠിക്കാനൊന്നും കഴിവില്ലാത്ത കുട്ടിയാണെങ്കിൽ അവർ നല്ല സ്പോർട്സിലൊക്കെ നല്ല മിടുക്കുള്ള കുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ അവരെന്ത് ചെയ്യും, തന്നെ ആത്മാഭിമാനം വീണ്ടെടുക്കും. പഠിച്ചില്ലെങ്കിൽ എന്താണ്, സ്കൂളിലൊക്കെ സ്പോർട്സ് മീറ്റിനൊക്കെ പോയിട്ട് നമ്മുടെ സ്കൂളിലെ ട്രോഫി കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷവും അതുപോലെ ആത്മാഭിമാനവും ഒക്കെ കിട്ടുന്നു. അതിനെ അനുപൂരണം എന്ന് നമുക്ക് പറയാം, കോമ്പൻസേഷൻ. അതുപോലെ തന്നെ പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളെയും പരാജയങ്ങളെയും കാരണം മറ്റൊരാൾ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരു തന്ത്രമാണ് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വളരെ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് പ്രക്ഷേപണം. പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ അല്ലെങ്കിൽ മോശപ്പെട്ട അധ്യയനം, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പേരിൽ ആരോപിക്കും. നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതിനുള്ളൊരു തന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നല്ലോണം എക്സാം എഴുതാൻ പറ്റാത്തത് ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, നമുക്ക് ടീച്ചർ പഠിപ്പിച്ചതൊന്നും മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ വീട്ടിലൊക്കെ പറയത്തില്ലേ, ടീച്ചറിന് പഠിപ്പിക്കാൻ അറിയത്തില്ല, സാറിൻ്റെ കുഴപ്പമാണ്, സ്കൂൾ കൊള്ളത്തില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുന്ന പോലെയാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അതേപോലെയാണ് താതാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ. അതായത് തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗമാക്കുന്ന ഒരു ഉദാഹരണം താതാത്മീകരണം എന്ന് പറയുന്നത് അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ, കളികളിൽ വേണ്ടത്ര നിപുണതയില്ലാത്ത കുട്ടികൾ സ്പോർട്സ് താരങ്ങളുമായിട്ട് താതാത്മ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുള്ള തങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലി ഫാനാണ്, സച്ചിൻ ഫാനാണെന്നൊക്കെ പറയത്തില്ലേ. നമുക്ക് വലിയ കഴിവൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ക്രിക്കറ്റൊക്കെ കളിക്കുന്നവരാണെങ്കിൽ തന്നെ വലിയ കഴിവൊന്നുമില്ല, കണ്ടം ക്രിക്കറ്റൊക്കെ കളിക്കും. പക്ഷേ വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്താണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ ഒരു സെഞ്ചുറിയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ വലിയ സിനിമയിലൊന്നും അഭിനയിക്കാനൊന്നും കഴിവില്ലാത്ത, എന്നാൽ റോൾ പ്ലേ, ചെറിയ പരിപാടി, നാടകമൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഓരോ വലിയ നടന്മാരുടെ നടിമാരുടെയൊക്കെ ഫാൻസായിട്ട് അവർ വലിയ പടങ്ങളൊക്കെ വിജയിക്കുമ്പോൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച് സന്തോഷിക്കുന്ന ആളുകളെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ താതാത്മീകരണത്തിന് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ, പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. ഈ ഒരു പേരുണ്ട് കേട്ടോ, പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. അതുപോലെ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബാലൻ ശിശുവിനെ പോലെ പെരുമാറുന്നത് ഈ ഒരു പശ്ചാത്ഗമനത്തിന് ഉദാഹരണമാണെന്ന് മനസ്സിലാക്കണം. പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്തതിൽ നിന്ന് പിൻവാങ്ങുന്നു, എന്നിട്ട് മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പം ഇളയ കുട്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, മൂത്ത ഒരു കുട്ടി ഉള്ള സമയത്ത് ആ പേരൻസിന് വളരെ ഭയങ്കര കെയറിങ് സ്നേഹമൊക്കെ ആയിരുന്നു. ഒരാളെ കുട്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, മൂത്ത കുട്ടിയോട് സ്നേഹം കുറയുന്നു. അപ്പോൾ മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നു, കിടക്കൽ മൂത്രം ഒഴിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. അതായത് നമ്മുടെ പേരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് എടുക്കുക, ബെഡിലും
മനഃപൂർവ്വം കിടന്ന് വിടുക്കാനൊക്കെ ശ്രമിക്കുക. എന്ത് ചെയ്യുന്ന അറ്റൻഷൻ എന്നെ കൂടുതൽ കൊഞ്ചിക്കാൻ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയെ പശ്ചാത്തലം ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ ആക്രമണം അല്ലെങ്കിൽ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു തന്ത്രമാണ് ആക്രമണം. ഇത് 2 തരത്തിലുണ്ട്, പ്രത്യക്ഷമുണ്ട് പരോക്ഷമുണ്ട്. തന്നെ അവഹേളിച്ച സഹപാഠിയെ ആക്രമിച്ചത് പ്രത്യക്ഷ ആക്രമണത്തിനും, അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷ ആക്രമണത്തിനും ഉദാഹരണം. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കി തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അവഹേളിച്ച സഹപാഠിയെ ആക്രമിച്ചെന്നാണ് ഒരു പ്രത്യക്ഷ ആക്രമണമാണ്. അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞ് ഉടച്ചു, അച്ഛനടുത്ത് വഴക്കുണ്ടാക്കാൻ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അച്ഛനോട് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഗ്ലാസ്സിനോട് അവനാണ് അവൻ്റെ ഇത് തീർത്തത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇതിനെ നമ്മുടെ പരോക്ഷ ആക്രമണത്തിന് ഉദാഹരണമായിട്ട് പറയാം. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെർത്തിമർ എന്ന പേര് ഏത് പഠനസിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. വെർത്തിമർ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. എന്താണ്, ഏത് പഠനസിദ്ധാന്തവുമായിട്ടാണ് അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? യെസ്, 15 B ആണ്, ഓപ്ഷൻ B ആണ് ഉത്തരം. ഉൾക്കാഴ്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉൾക്കാഴ്ച സിദ്ധാന്തം അല്ലേ. ഈ ഉൾക്കാഴ്ച സിദ്ധാന്തം അല്ലെങ്കിൽ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് പഠന സിദ്ധാന്തം എന്നൊക്കെ പറയും. അന്തർദൃഷ്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇൻസൈറ്റിന് അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടി എന്ന് പേരുണ്ട്, അന്തർദൃഷ്ടി. അപ്പം ഈ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തത്തിൻ്റെ ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കണം. ഈ വെർത്തിമർ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ കോഫ്ക കേട്ടിട്ടുണ്ടോ? കോഫ്ക അതുപോലെ നമ്മുടെ കോഹ്ലറൊക്കെ അതുപോലെ വെർത്തിമറൊക്കെ എന്താണ് ഉൾക്കാഴ്ച സിദ്ധാന്തം അല്ലെങ്കിൽ അന്തർദൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങിൻ്റെ വക്താക്കളാണെന്ന് മനസ്സിലാക്കണം. കോഹ്ലർ, വെർത്തിമറൊക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം കണ്ടീഷനിങ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കിന്നറുണ്ട് ഇല്ലേ, സ്കിന്നറുണ്ട്. അതുപോലെ പാവ്ലോവ് ഉണ്ട്. സ്കിന്നറുണ്ട്, പാവ്ലോവരൊക്കെ കണ്ടീഷനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നമുക്കറിയാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തോണ്ടയ്ക്കാണല്ലേ, തോണ്ടയ്ക്കാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. കൺസ്ട്രക്റ്റിവിസം ആരുമായിട്ടൊക്കെ വൈഗോട്സ്കി ആണല്ലേ, വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു, കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. ഈ മൂല്യനിർണ്ണയത്തെ അറിയപ്പെടുന്നത് എന്താണെന്നാണ്? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കഴിഞ്ഞതിനും പഠിച്ചതാണ്. ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു. ഈ മൂല്യനിർണ്ണയം അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്ഷൻ C ആണ് ഉത്തരം അല്ലേ. സംരചനാ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് വാല്യുവേഷൻ നമ്മൾ കഴിഞ്ഞതിന് പഠിച്ചതാണ്. കഴിഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് പിന്നെ സംരചനാ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നതിനിടയിൽ തന്നെ നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇവാലുവേഷനാണ് സംരചനാ മൂല്യനിർണ്ണയം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒന്നാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൊച്ചിന് മനസ്സിലായെന്ന് അറിയാൻ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് സംരചനാ മൂല്യനിർണ്ണയം അല്ലേ. അതുപോലെ തന്നെ ഈ ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഈ സംരചനാ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഫോർമേറ്റീവ് വാല്യുവേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? കുട്ടിക്ക് പഠിപ്പിച്ചത് മനസ്സിലായോ, ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് സംഭവമാണ്. അതായത് കുട്ടിക്കും അധ്യാപകനും ഒരുപോലെ എന്ത് ചെയ്യുന്നു, പ്രതിവിഷ്ടി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അപ്പം ടീച്ചറിന് എന്ത് ചെയ്യുന്നത്, മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചറിന് ആ ഒരു കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു. കുട്ടിയുടെ പോരായ്മകൾ അപ്പോൾ പരിഹരിക്കാൻ സാധിക്കുന്നു. അത് നമ്മൾ പഠനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കുട്ടിയെ വിലയിരുത്താൻ സാധിക്കുന്നു. കുട്ടികളോട് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുട്ടികളോട് മാറി നിന്ന് നിരീക്ഷിച്ച് നമുക്ക് ബോധനം കൊടുക്കാൻ സാധിക്കുന്നു. അതൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അത് സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ആത്യന്തിക മൂല്യനിർണ്ണയം ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. സ്റ്റേജ് വൈസ് പ്രോസസ്സാണ്. ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പാഠഭാഗമൊക്കെ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടന്ന ഒരു വാല്യുവേഷനാണ് ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഒരു കോഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ് ടേമിനൊക്കെ ശേഷം നടന്ന ഒരു വാല്യുവേഷനാണ്. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ളൊരു പ്രകടനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആത്യന്തിക മൂല്യനിർണ്ണയം സമ്മേറ്റീവ് വാല്യുവേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗ്രേഡ് നൽകാനും ഉയർന്ന ക്ലാസ്സിലോട്ട് പ്രൊമോഷൻ നൽകാനൊക്കെ നമുക്ക് വേണ്ടി ഉള്ള ഒന്നാണ് ഈ പറയുന്ന സമ്മേറ്റീവ് വാല്യുവേഷൻ. യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അത് നിരന്തരവും സമഗ്രമായിട്ടുള്ള മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചിട്ട് വന്ന സിസ്റ്റമാണ്. കുട്ടിയുടെ എല്ലാ മേഖലയിലുള്ള കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അക്കാഡമിക് പെർഫോമൻസും കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കൂടി നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ വരുന്നിട്ടുള്ളത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും ആ ഒരു രണ്ടും അളക്കാൻ വേണ്ടിയാണ് നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് നിരന്തരവും സമഗ്രമായിട്ടുള്ള മൂല്യനിർണ്ണയം നടത്തുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
അപ്പം അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യനാണ് എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ ആശയം നിർദ്ദേശിച്ചത് ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ എ പാവ്ലോവ്, പിയാഷ, വൈഗോട്സ്കി, ബ്രൂണർക്ക് ഓപ്ഷനിലുണ്ട്. നമുക്കറിയാം ആരാണ്? ഓപ്ഷൻ ബി ആണ്, പിയാഷയാണ് അല്ലേ. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ വേണ്ടി പിയാഷ ജൈവാനുകൽപ്പനം, ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്നൊരു ആശയം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജൈവപരമായിട്ട് നോക്കിയാൽ യാതൊരു ശല്യപ്പെടുത്തലും ഇല്ലാതിരിക്കുന്ന നിലയിൽ തന്നെ തുടരാനാണ് ജീവി ആഗ്രഹിക്കുന്നത്. കാരണം സമതുലനം, ഇക്വിലിബ്രിയം നഷ്ടപ്പെടുക വഴി ഊർജ്ജനില വ്യതിചലിക്കുകയും അതുപോലെ ജീവി ഉത്കണ്ഠയും അപകട ഭീതിയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. മനോവ്യാപാരം നടക്കുന്നത് അതായത് മനോവ്യാപാരം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സംഭവമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ മനോവ്യാപാരമൊക്കെ നടക്കുന്നത് സാംശീകരണം, അസിമുലേഷൻ, അതുപോലെ അധിനിവേശം, അക്കോമഡേഷൻ എന്നീ പ്രക്രിയയിലൂടെയാണെന്നാണ് പിയാഷ പറയുന്നത്. അപ്പം ജൈവാനുകൽപ്പനം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പിയാഷയുടെ ഒരു കൺസെപ്റ്റാണ്. അതായത് വൈജ്ഞാനിക വികസനം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ജൈവാനുകൽപ്പനം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജൈവപരമായിട്ട് നോക്കിയാൽ യാതൊരു ശല്യപ്പെടുത്തലും അല്ലാതെ ഇരിക്കുന്ന നിലയിൽ തന്നെ തുടരാനാണ് ജീവി ആഗ്രഹിക്കുന്നത്. ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ ഈ അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ, അതും നമുക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യനാണ് 18ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണെന്നാണ്. ഗിൽഫോർഡിൻ്റെ ഒരു മോഡലുണ്ട് ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൻ്റലിജൻസ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോഡലുണ്ട്. ആ മോഡലിൽ പിന്നെ മെമ്മറിയെ എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രവർത്തനങ്ങളിലാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഗിൽഫോർഡിൻ്റെ മോഡൽ ഇതാണ്. ഈ ഒരു മോഡലാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് ഒരു മോഡൽ. അതിനെ അദ്ദേഹം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, 2 ഉള്ളടക്കങ്ങൾ അല്ലെങ്കിൽ കണ്ടൻസ്, 3ാമത്തെയാണ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടത് ഒന്നാമത്തെ പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസിനകത്ത് വരുന്നതാണ്. ഒന്ന് ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം. ഇവാലുവേഷൻ എവിടെയാണ് വരുന്നത്? ഓപ്പറേഷൻസിലാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലാണ് വരുന്നത്. കൺവെർജൻറ്റ് പ്രൊഡക്ഷൻ, ഡൈവർജൻറ്റ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംവ്രജന ചിന്ത അല്ലെങ്കിൽ ഏകമുഖ ചിന്ത. ഡൈവർജൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിവ്രജന ചിന്ത. അതുപോലെ മെമ്മറി, ഓർമ്മ, അതുപോലെ കൊഗ്നിഷൻ, വൈജ്ഞാനികം. ഇതെല്ലാം എന്താണ്? ഓപ്പറേഷൻസ് വരുന്നത്. ഇവിടെ ചോദിച്ചത് നമുക്ക് മെമ്മറിയാണ്. മെമ്മറി ഏതിലാണ് വരുന്നത്? ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലാണ് വരുന്നത് മനസ്സിലാക്കുക. ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം. 2 പ്രൊഡക്ഷൻസ് ഏതൊക്കെയാണ്? 2 ചിന്തകൾ, കൺവെർജൻറ്റും ഡൈവർജൻറ്റും, സംവ്രജന വിവ്രജന ചിന്തകൾ, ഓർമ്മ, വൈജ്ഞാനികം. ഇതെല്ലാം നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലാണ്. രണ്ടാമത്തെ നോക്കിയാൽ ഉള്ളടക്കങ്ങൾ. ഈ ഉള്ളടക്കങ്ങളിൽ വരുന്നത് അല്ലെങ്കിൽ കണ്ടൻസിൽ വരുന്നതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ വിഷ്വൽ, രൂപം, ഓഡിറ്ററി, ശ്രവ്യം, സിംബോളിക്, പ്രതീകം, സിമാൻറ്റിക്, അർത്ഥം, അതുപോലെ തന്നെ ബിഹേവിയർ, വ്യവഹാരം. ഇതെല്ലാം ചിന്തയുടെ മാധ്യമമായിട്ട് വരുന്ന അല്ലെങ്കിൽ വർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളടക്കങ്ങൾ അല്ലെങ്കിൽ കണ്ടൻസിലാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗിൽഫോർഡിൻ്റെ ഒരു ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള മോഡലാണ്. ആ മോഡൽ അദ്ദേഹം 3ആയിട്ട് തിരിക്കുന്നു: പ്രവർത്തനങ്ങൾ, ഉള്ളടക്കങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ. അതിനകത്ത് ഉള്ളടക്കങ്ങളിൽ വരുന്നത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്: വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സിമാൻറ്റിക്, അതുപോലെ തന്നെ ബിഹേവിയർ. ഇതെല്ലാം രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. ഇവയെല്ലാം ഇവിടെയാണ് ചിന്തയുടെ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഉള്ളടക്കങ്ങളിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെയാണ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏകകങ്ങൾ, ക്ലാസസ്, വർഗ്ഗങ്ങൾ, റിലേഷൻസ്, ബന്ധങ്ങൾ, സിസ്റ്റംസ്, വ്യവസ്ഥകൾ, ട്രാൻസ്ഫോർമേഷൻസ്, രൂപാന്തരങ്ങൾ, ഇംപ്ലിക്കേഷൻസ്, സൂചനകൾ. ഇവയെല്ലാം പ്രൊഡക്ട്സിനകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളിനകത്ത് വരുന്നതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇത് മനസ്സിലാക്കണം. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്, ഇതെല്ലാം ഉൽപ്പന്നങ്ങളിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കണം. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ കാറ്റിൽ, ഓപ്ഷൻ ബി ആൽപോർട്ട്, ഓപ്ഷൻ സി ഐസങ്ക്, ഓപ്ഷൻ ഡി ക്രിഷ്മർ. പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ഓപ്ഷൻ ബി ആൽപോർട്ട്. ആൽപോർട്ടാണ് പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ പേഴ്സണൽ ഡിസ്പൊസിഷൻ എന്ന പദം നമ്മൾ ആൽപോർട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ നിർവചനങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ആൽപോർട്ട് നൽകിയ ഒരു നിർവചനമാണ്. പൊതുവേ ഒരുപാട് സ്വീകാര്യം നേടിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മുടെ ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണെന്നാണ് ആൽപോർട്ട് പറയുന്നത്. ഈ ഒരു വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണെന്നാണ് നമ്മുടെ ആൽപോർട്ട് പറയുന്നത്. പേഴ്സണാലിറ്റി ഇസ് ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ ഓഫ് ദോസ് സൈക്കോ-ഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമിൻ ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട്. ഈ ഒരു ആൽപോർട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. 20ാമത്തെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്നുകൊണ്ട് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം. ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണ, ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ, ഓപ്ഷൻ സി അഭിരുചി, ഓപ്ഷൻ ഡി പരാജയഭീതി. എന്തായിരിക്കും ഈ ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്നുകൊണ്ട് ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം എന്തായിരിക്കാം? ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലേ, ബാഹ്യ അഭിപ്രേരണ, ആന്തരിക അഭിപ്രേരണ. അപ്പോൾ ഇവിടെ ഉത്തരം ഏതായിരിക്കും? ബാഹ്യ അഭിപ്രേരണയാണോ ആന്തരിക അഭിപ്രേരണയാണോ? ഉത്തരം ഇതാണല്ലേ, ബാഹ്യ അഭിപ്രേരണ. സിമ്പിൾ അല്ലോടെ. എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് ഉത്തരം. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഭിപ്രേരണയെ ആന്തരികം ബാഹ്യം എന്ന് 2 ആയിട്ട് തരംതിരിക്കാം. അവയ്ക്ക് യഥാക്രമം നൈസർഗിക അഭിപ്രേരണ എന്നും കൃത്രിമ അഭിപ്രേരണ എന്നും പേരുണ്ട്. അപ്പോൾ ഇതിന് രണ്ടും, അതായത് ആന്തരിക അഭിപ്രേരണയ്ക്ക് നൈസർഗിക അഭിപ്രേരണ എന്നും ബാഹ്യ അഭിപ്രേരണയ്ക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന അഭിപ്രേരണയാണല്ലോ. അപ്പം ആ ഒരു അഭിപ്രായം എന്ന പേരുണ്ട്, നമുക്ക് കിട്ടും. അതുപോലെ ഈ ആന്തരിക അഭിപ്രേരണ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അല്ലേ. അതായത് ഒരു ജീവിയുടെ നൈസർഗികമായിട്ടുള്ള വാസനകൾ, ത്വരകൾ, പ്രേരണകൾ എന്നിവയോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമുക്കറിയാവുന്നതിലൂടെ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ആന്തരിക അഭിപ്രേരണയുള്ള ഒരു വ്യക്തി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അയാൾ അതിൽ പ്രകൃതിയെ തൽപരനായതുകൊണ്ടും അത് ചെയ്യുക വഴി അയാൾക്ക് സംതൃപ്തി ലഭിക്കുന്നത് കൊണ്ടുമാണ്. ഒരു നല്ല കളിക്കാരൻ ഫുട്ബോൾ കളിക്കുന്നത് ഇത് ഉദാഹരണമാണ്. ആന്തരിക അഭിപ്രേരണ പരപ്രേരണ കൂടാതെ തന്നെ ശ്രദ്ധയും താല്പര്യവും സൃഷ്ടിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഒടുക്കം വരെ നിലനിർത്തുകയും ചെയ്യും. പക്ഷേ ബാഹ്യ അഭിപ്രേരണ അങ്ങനെയാണോ? ബാഹ്യ അഭിപ്രേരണ സൂചിപ്പിക്കുന്നത് വ്യക്തിക്കും പ്രവർത്തനത്തിനും ബാഹ്യമായിട്ടുള്ള അവസ്ഥകളെയാണ്. ഇവിടെ സംതൃപ്തിയുടെ ഉറവിടം പ്രവർത്തനങ്ങളുള്ളിലല്ല. അതായത് അത്തരം അഭിപ്രേരണയ്ക്ക് പ്രവർത്തനവുമായിട്ടും അതുപോലെ ധർമ്മപരമായ ബന്ധമൊന്നുമില്ല. പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം പുസ്തകം വായിക്കുന്ന ഉദാഹരണമായിട്ട് എടുക്കാം. കുട്ടി എന്തെങ്കിലും പഠിക്കുന്നത് പഠനത്തിന് വേണ്ടിയല്ല, ബാഹ്യമായിട്ടുള്ള ഏതോ പ്രതിഫലം നേടാൻ വേണ്ടിയിട്ടാണ്. ആന്തരിക അഭിപ്രേരണയിൽ സ്വാഭാവികമായിട്ടുള്ള ആവേശവും ഉത്തേജനവും അന്തർഭവിച്ചിട്ടുള്ളതിനാൽ അത് ബാഹ്യ അഭിപ്രേരണയേക്കാൾ മെച്ചപ്പെട്ടൊരു ഫലം നൽകും. പഠനത്തോട് അനുകൂലമായിട്ടുള്ള മനോഭാവം സൃഷ്ടിക്കുന്നത് വഴി ആന്തരിക അഭിപ്രേരണ വളർത്താമെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനാണ്. ബെഡ് എന്ന് എഴുതുന്നതിന് പകരം ഡെബ് എന്ന് എഴുതുന്ന കുട്ടിയിലെ പഠന വൈകല്യം ഏതാണ്? നമുക്കറിയാം, എഴുതാൻ അറിയാത്തയാണല്ലേ. ഇവിടെ എന്താണ് പ്രശ്നം? കുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഏതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡിസ്ഗ്രാഫിയാണ് അല്ലേ. ഡിസ്ലെക്സിയ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വായിക്കാൻ അല്ലെങ്കിൽ ഭാഷണത്തിനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ നമുക്കറിയാം, മാത്സിലെ ബുദ്ധിമുട്ടുകളൊക്കെയാണ്. കാൽക്കുലിക്കകത്ത് വരുന്ന കണക്കൂട്ടാനും കുറയ്ക്കാൻ, കുടിക്കാൻ, ഹരിക്കാൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പേശി പ്രവർത്തനങ്ങളെ പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഈ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് 22ാമത്തെ ക്വസ്റ്റ്യനാണ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം ഏതാണെന്നാണ്. പ്രതീകാത്മക കളികൾ അല്ലെങ്കിൽ സിംബോളിക് പ്ലേ അല്ലെങ്കിൽ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം, പിയാഷെയുടെ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം നമുക്കറിയാം. ഇതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് കേട്ടോ. ഇവിടെ കൺസെപ്ച്വൽ സ്റ്റേജ് എന്നാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അങ്ങനൊരു പേരുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും അല്ലെങ്കിൽ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആണ് അവിടെ നിന്ന് കേട്ടിട്ട് ഉത്തരവായിട്ട് കൊടുത്തത്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടം, നമ്മുടെ പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള 2ാമത്തെ ഘട്ടമാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. 2 മുതൽ 7 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ഭാവനയുടെയും ചിന്തയുടേതുമായിട്ടുള്ള പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക്, അതായത് സിംബോളിക് ആക്ടിവിറ്റിയിലേക്ക് കുട്ടി വളർന്നു വരുന്നു. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടെ മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിന് മാത്രമല്ല സാധിക്കുന്നത്, ചിന്തയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപകരണത്തെ കിട്ടുകയാണ്. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന അവസ്ഥ വരുന്നു. 2ഓ 3ഓ വയസ്സുള്ള കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത വളരെ പ്രകടമാണ്. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേത്. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഷ
പഠിക്കുന്നതിൻ്റെ വളരെ പ്രധാനമായ ഘട്ടമാണിത്. കുട്ടിയുടെ മാനസികാവസ്ഥയുടെ പരിമിതികൾ മൂലം യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയിലേക്ക് ഇനിയും പടവുകൾ താണ്ടേണ്ടതുണ്ട്. അപ്പോൾ യുക്തിപരമായിട്ടൊന്നും കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ കാലഘട്ടമല്ല ഈ പ്രാഗ്മാന വ്യാപാര ഘട്ടം. പക്ഷേ സിംബോളിക് ആക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലേക്ക് കുട്ടി വളർന്നു വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രാഗ്മാന വ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ പീരീഡിലാണ്. 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അല്ലേ. നമുക്കറിയാം 6, 7, 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം വരെ 2 വയസ്സ് മുതൽ 2ാം ക്ലാസ് വരെ എത്തുന്ന സമയം വരെയാണ് ഈ പ്രാഗ്മാന വ്യാപാര ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത 23ാമത്തെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചത് ആരാണെന്നാണ്. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ എ ആണ്, കാറ്റിലാണ് ബുദ്ധിമാപനത്തിൻ്റെ കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പേരോട് കാറ്റിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് വിശേഷ സംസ്കൃതി വിമുക്ത ശോധകം എന്നും അറിയപ്പെടുന്നു കേട്ടോ. വിമുക്ത ശോധകം. വിശേഷ സംസ്കൃതി വിമുക്ത ശോധകം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബുദ്ധിമാപനത്തിലുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിലാണെന്ന് മനസ്സിലാക്കുക. ഫാട്ടിയുടെയാണ് പ്രകടന ശോധകം അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയും. പെർഫോമൻസ് ടെസ്റ്റ് പ്രകടന ശോധകം ഫാട്ടിയുടെയാണ് കേട്ടോ. അതുപോലെ തന്നെ വിഷ്ലറിൻ്റെയാണ് ബെല്ലവ്യൂ ബുദ്ധിമാപിനി. ബെല്ലവ്യൂ ബുദ്ധിമാപിനി വിഷ്ലറിൻ്റെയാണ്. ഈ ബിനെയാണ് നമ്മുടെ മെൻ്റൽ ഏജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ലേ. മെൻ്റൽ ഏജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു കൺസെപ്റ്റിന് രൂപം നൽകിയത് ബിനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിശേഷ സംസ്കൃതി വിമുക്തി ശോധകം കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചതാരാണ്? കാറ്റിലാണ്. ഫാട്ടിയുടെയാണ് പ്രകടന ശോധകം. വിഷ്ലറിൻ്റെയാണ് ബെല്ലവ്യൂ. ബെനെയാണ് മെൻ്റൽ ഏജ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ഗാർട്ട്നറാണ് അല്ലേ. ഗിൽഫോർഡ്, തേഴ്സ്റ്റൺ, പിയർമാനൊക്കെ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന ആരാണ്? ഗാർട്ട്നറാണെന്ന് മനസ്സിലാക്കുക. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. 25 നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. ZPD എന്നാൽ എന്താണ്? കണ്ണും പൂട്ടി അടയ്ക്കാം. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ എല്ലാം ദ സോൺ ഓഫ് എന്ന് കാണുമ്പം ചാടിക്കയറി പബ്ലിയിൽ ഇവിടെ എന്താ എഴുതിയേക്കുന്നത് വായിച്ചു നോക്കണം. പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണെന്നറിയാലോ. പൊട്ടൻഷ്യലുണ്ട്, പാർഷ്യലുണ്ട്, പെർമനൻറ്റ്. പക്ഷേ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ് ZPD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. 26ാമത്തെ ക്വസ്റ്റ്യൻ. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം. ഇതൊക്കെ ഒരുപാട് തവണ എറിക്സൻ്റെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 12 മുതൽ 18 വയസ്സ് വരെയാണ് എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. വിശ്വാസം അവിശ്വാസം 1 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിതെന്ന് പറയുന്നത്. ആദ്യ കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ശിശുവിലൂടെ ഉടലെടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ആവശ്യങ്ങളൊക്കെ സുഖമായിട്ട് നിറവേറ്റപ്പെടുകയും ആഹ്ലാദകരമായ തരത്തിൽ സ്നേഹവും പരിചരണവും ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ബോധം ആ കുട്ടിയിൽ നാമ്പെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്, എറിക്സൺ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് സാശ്രയത അല്ലെങ്കിൽ ജാള്യതയും സംശയവും. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ഇത് മനസ്സിലാക്കണം. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സാശ്രയത ഓർ ജാള്യതയും സംശയവും 1 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഘട്ടം വരുന്നത്. തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് മലവിസർജനത്തിന് നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ് അല്ലേ. ചില കുട്ടികൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, പിടിച്ചു വെച്ചേക്കും. അത് ചിലപ്പോൾ കുട്ടികൾക്ക് നാണക്കേട്, സംശയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, പോത്തേ ഇല്ല. അപ്പോൾ ഇതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരമാണ് ജാള്യത എന്ന് പറയുന്നത്. വീട്ടുകാരെ പൊക്കിയിട്ട് എന്ത് ചെയ്യും, കൊണ്ടുപോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയിരുത്തും. തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോഴുണ്ടാകുന്നൊരു അവസ്ഥയാണിത് ഇല്ലേ. അടക്കി നിർത്തൽ, സ്വന്തമാക്കി വെക്കൽ, വിട്ടുകൊടുക്കാൻ മനസ്സിലാക്കി എന്നീ ശീലങ്ങളൊക്കെ ഒരു വശത്തും അതുപോലെ കളയിൽ കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം, ധൂർത്ത് എന്നീ ശീലങ്ങളൊക്കെ മറുവശത്തുമായിട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് കുട്ടി മുതിരുന്ന ഒരു ഘട്ടത്തെയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. നല്ലൊരു ഘട്ടമല്ലേ, സാശ്രയത അല്ലെങ്കിൽ ജാള്യതയും സംശയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ മൂന്നാമത്തെയാണ് മുൻകൈ എടുക്കൽ കുറ്റബോധം. ഇനിഷ്യേറ്റീവ്സ് ഗിൽഡ് എന്ന് പറയും. 3 വയസ്സ് മുതൽ അതുപോലെ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അത് സ്കൂളിൽ കൊണ്ടാക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു കാലഘട്ടം. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരമായിട്ട് വികാസം സാധിക്കുന്നതോടെ കുട്ടി സ്വന്തമായിട്ട് പലതും ചെയ്തു തുടങ്ങുകയും കൂടുതൽ ഉഷാറാവുകയൊക്കെ ചെയ്യണം. കുറേയൊക്കെ സാഹസികമായി അത്രയൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനും ശ്രമം ഉണ്ടാകും. ഈ ഘട്ടത്തിലാണ് വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റേതായിട്ടുള്ളൊരു തല ഉണ്ടായി വരുന്നതെന്ന് പറയും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണെന്ന് മനസ്സിലാക്കി ഓർത്ത് വെച്ചാൽ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാണ്. അതുപോലെ തന്നെ ഊർജ്ജസ്വലത. 4മത്തെയാണ് ഊർജ്ജസ്വലത അപകർഷത. ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻഫീരിയറിറ്റി എന്ന് പറയും. ഇൻട്രസ്റ്റ് വേഴ്സസ് ഇൻഫീരിയറിറ്റി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഒരു 1-ാം ക്ലാസ് മുതൽ LP UP കാലഘട്ടമാണ് എന്ന് പറയുന്നത്. LP UP ഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളുടെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാവും. മുതിർന്നവരുടെ ലോകത്തു നിന്നും കുട്ടികൾ സ്വപ്രായക്കാരുടെ ലോകത്തെത്തുന്നു. അതാണ് പ്രധാന പ്രത്യേകത. ഈ ഘട്ടത്തിൽ വെച്ചാണ് സ്കൂൾ കുട്ടിയുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടെ എത്തിച്ചേരുന്നത്. മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനും കഴിയണം. ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവമാണ് അപകർഷത എന്ന് പറയുന്നത്. ഒന്നുകിൽ ഉണർവും ആത്മവിശ്വാസവും പ്രതീക്ഷകളും അല്ലെങ്കിൽ അപകർഷത. ഇവ രൂപപ്പെടുന്നതിൽ വിദ്യാലയ അന്തരീക്ഷത്തിലും അനുഭവങ്ങൾക്കും വളരെ നിർണായകമായ ഒരു സാഹചര്യമുണ്ടെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. 5മത്തെയാണ് സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. കൗമാരകാലമാണ്. 12 മുതൽ 18 വയസ്സ് വരെ വല്ലാത്തൊരു കാലഘട്ടമാണത്. കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് എറിക്സൻ്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ലൈംഗികപരമായിട്ടുള്ള പക്വത ഉണ്ടായി വരികയും ബുദ്ധിപരമായിട്ടുള്ള വികാസം സാധ്യമാവുകയും ചെയ്യുന്നതോടെ കുട്ടിക്കാലത്തോട് വിട പറയേണ്ടി വരുന്ന ഒരാളെന്നാൽ മുതിർന്നവരുടെ ലോകത്തെത്താതിരിക്കുകയും ചെയ്യുന്ന ആൾ അനുഭവിക്കേണ്ടി വരുന്ന സംശയങ്ങളും പ്രശ്നങ്ങളുമാണ് കൗമാരകാലത്തിൽ പ്രധാനമാക്കുന്നത്. മുതിർന്നു എന്ന് ചോദിച്ചാൽ മുതിർന്നില്ല, കുട്ടിയാണെന്ന് ചോദിച്ചാൽ കുട്ടിയല്ല. ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു കൗമാരകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം സൃഷ്ടിക്കാനും തൻ്റെ റോൾ എന്താണെന്ന് തിരിച്ചറിയാനും സാധിക്കലാണ് ഈ ഒരു പ്രായത്തിൽ വേണ്ട. ഇതിന് കഴിയാത്ത വരുമ്പോൾ ജീവിതം അർത്ഥശൂന്യമായി അനുഭവപ്പെടുകയും തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ വ്യക്തിത്വത്തെ ഭരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ട കൗമാരം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയും. ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആഴത്തിലുള്ള അടുപ്പം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് യൗവനം. ഇല്ലേ, നമുക്കറിയാം 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊക്കോട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൗമാരത്തിലുണ്ടായി വന്നിട്ടുള്ള സ്വാവബോധത്തെ മറ്റുള്ളവരുടേതുമായിട്ട് ലയിപ്പിക്കാനുള്ളൊരു വെമ്പലാണ് യൗവനത്തിലെത്തുന്ന ഒരാളുടെ മാനസിക ഭാവം. ആഴത്തിലുള്ള അടുപ്പങ്ങളിൽ ഒരാൾ സ്വയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെ സ്വകാര്യതയിൽ, ലൈംഗികമായിട്ടുള്ള കൂടിച്ചേരലിൽ, ഉറ്റ സൗഹൃദങ്ങളിൽ, ഹൃദയപൂർവ്വമായ അനുഭവങ്ങളിൽ പക്വമായ സ്വഭാവബോധം വന്നവർക്ക് മാത്രമേ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടുക്കാനും കഴിയുകയുള്ളൂ. മറ്റുള്ളവരാകട്ടെ സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും ഏകാന്തമായ പാതകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഓരോരുത്തരും ഓരോ ക്യാരക്ടർ അനുസരിച്ച് മാറും. പിന്നെ 7മത്തെയാണ് സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്. ജനറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ എന്ന് പറയും. മധ്യവയസ്സാണ്. 35 മുതൽ നമ്മൾ മധ്യവയസ്സിലേക്ക് പോവുകയാണ്. അതായത് 35 മുതൽ 60 വയസ്സ് വരെയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്, ജനറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ. അതുവരെയും തൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ അനുഭവങ്ങളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായിട്ട് ഒരു സാവബോധം വളർത്തിയെടുക്കുന്നതോടെ കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് പക്വതയുടെ തലത്തിൽ എത്തിച്ചേർന്നു. മധ്യവയസ്സിലാകട്ടെ തൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിയെടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, പുതിയ അറിവ് സൃഷ്ടിക്കുക, സർഗാത്മകതയുടെ പുതിയ മേഖലകളിൽ വ്യാപരിക്കുക, കാര്യക്ഷമവും പക്വമായിട്ടുള്ള രീതിയിൽ തൊഴിൽ ചെയ്യൽ എന്നിവയൊക്കെ ഈ ഒരു ഘട്ടത്തിൻ്റെ ആരോഗ്യത്തിനെ സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ലാസ്റ്റ് വരുന്നതാണ് വാർദ്ധക്യത്തിന്, അതായത് 60 വയസ്സിന് ശേഷം വരുന്നതാണ് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച. ഈഗോ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഡിസ്പെയർ എന്ന് പറയും. ഈഗോ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഡിസ്പെയർ, മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച. കുട്ടിക്കാലത്ത് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുക, കൗമാരകാലത്തെ ജീവിതത്തിന് അർത്ഥപൂർണ്ണമായ ദിശകളുണ്ടായി വരിക, മറക്കാനാവാത്ത ആത്മബന്ധങ്ങളിൽ യൗവനത്തിൻ്റെ അത്യപൂർവമായ ഒരു പച്ചപ്പ് ലഭിക്കുക, ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കൊണ്ടാകും വിധം സംഭാവനകൾ നൽകുകയും പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു മധ്യവയസ്സുണ്ടാവുക. ഇങ്ങനെ ഒരാൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഏറ്റവും പക്വവും ഏറ്റവും ശാന്തവും ഏറ്റവും അർത്ഥപൂർണ്ണമായ മാനസികാവസ്ഥയിലെത്തുന്നു. അതുവരെയുള്ള സന്ദേഹങ്ങൾ ഒഴിഞ്ഞു മാറുകയും ലോകത്തിനും ജീവിതത്തിനുമൊക്കെ പുതിയ ചില അർത്ഥതലങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 8 ഘട്ടങ്ങളാണ് എറിക്സൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും 8 ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. പിന്നീട് 27മത്തെ ക്വസ്റ്റ്യനാണ് MKO എന്ന പദം നിർദ്ദേശിച്ചത് ആരാണെന്നാണ്. MKO എന്ന് പറയുന്ന പദം, അതായത് മോർ നോളജബിൾ അതർ എന്നാണ്. മോർ നോളജബിൾ അതർ എന്ന് പറയുന്ന MKO അതുകൊണ്ട് ആ ഒരു വേർഡ് നിർദ്ദേശിച്ചത് മറ്റാരുമല്ല, ഓപ്ഷൻ ബി വൈഗോട്സ്കിയാണെന്ന് മനസ്സിലാക്കുക. വൈഗോട്സ്കിയാണ് ഇങ്ങനൊരു ആശയം അല്ലെങ്കിൽ ഇങ്ങനൊരു പദം
കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലെ സോഷ്യോ കൾച്ചറൽ തിയറിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു വേർഡാണ് MKO എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രഭാതത്തിൽ കണ്ട വെള്ള റോസാപ്പൂവിൻ്റെ ചിത്രം പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്, ഇതിന് കാരണം എന്താണെന്നാണ്. അവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഉത്തരസൂചികയിൽ ഓപ്ഷൻ ഡി അവബോധമാണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി അവബോധമാണ്. ഈ സംവേദനവും നമുക്ക് എന്താ പറയുക ഉത്തരവായിട്ട് വേണമെങ്കിൽ ചിന്തിച്ചെഴുതാം. പക്ഷേ നമ്മുടെ കേട്ടറ്റിൻ്റെ ഉത്തരത്തിൽ എന്താണ് പറയുന്നത്, അവബോധമാണ് കേട്ടറ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 29ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ പരിസരവാദി ആരെന്നാണ്. ഓപ്ഷൻ ഡി വാട്സൺ ആണ് ഇവിടെ നമ്മുടെ എൻവയോൺമെൻറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റലിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ കൊടുത്തിരിക്കുന്നതിൽ വാട്സൺ ആണ്. ഇപ്പം ഗോഡാർഡ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് ഗാൾട്ടൺ, നമ്മുടെ ഗാൾട്ടൺ, അദ്ദേഹം ബിഹേവിയറൽ ജെനറ്റിക്സിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബിഹേവിയറൽ ജെനറ്റിക്സിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ടെർമാൻ, നമുക്കറിയാം ടെർമാൻ കേട്ടിട്ടുണ്ട്, യൂജനിക്സിൻ്റെ വക്താവാണ് അദ്ദേഹം. യൂജനിക്സിൻ്റെ വക്താവാണ് ടെർമാൻ എന്ന് പറയുന്നത്, യൂജനിക്സിൻ്റെ വക്താവാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യനാണ്. ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ സി ആണ്. വൈകാരിക വികസനം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയില്ല വൈകാരിക വികസനം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജസ് ചാർട്ട് എന്ന് നമുക്കറിയാം. കാതറിൻ ബ്രിഡ്ജസിൻ്റെ ബ്രിഡ്ജസ് ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2 വയസ്സ് വരെയുള്ള ഒരുപാട് കുട്ടികളെ കാതറിൻ ബ്രിഡ്ജസ് ഒരു വീട്ടിൽ കൊണ്ടുവരികയും അവർ പഠനങ്ങൾ നടത്തിക്കൊണ്ട് അവരിലുണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു ചാർട്ട് രൂപപ്പെടുത്തുകയാണ് കാതറിൻ ബ്രിഡ്ജസ് ചെയ്തിട്ടുള്ളതിൽ. അതിൽ ബർത്തിൽ, അതായത് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആദ്യം ഉണ്ടാകുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സംത്രാസമാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എക്സൈറ്റ്മെൻ്റ് അല്ലെങ്കിൽ സംത്രാസമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്ന, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയിലുണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻ്റ് എന്ന് മനസ്സിലാക്കുക. ബർത്ത്, ജനിക്കുന്ന ഒരു കുട്ടിക്ക് ആദ്യം ഉണ്ടാകുന്നു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നു, സംത്രാസം ഉണ്ടാകുന്നു. ജനിച്ച് 3 മാസമാകുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റുകളാണ് എക്സൈറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഡിസ്ട്രെസ്, അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, ഡിലൈറ്റ്, ഉല്ലാസം ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, ഉല്ലാസവും ഉണ്ടാകുന്നു, ഡിസ്ട്രെസ്സും ഡിലൈറ്റും ഈ എക്സൈറ്റ്മെൻറ്റിനോടൊപ്പം ഉണ്ടാകുന്നു. കുട്ടിക്ക് 6 മാസമാകുമ്പോൾ ഈ 3 കാര്യങ്ങൾ ആൾറെഡി വരുന്നുണ്ട്. ഡിസ്ട്രെസ്സും എക്സൈറ്റ്മെൻറ്റും ഡിലൈറ്റും വരുന്നുണ്ട്. അതിനോടൊപ്പം വരുന്ന 3 കാര്യങ്ങൾ, അതായത് ഈ ഡിസ്ട്രെസ്സിൽ നിന്നും വരുന്ന 3 കാര്യങ്ങളാണ് ഫിയർ, ഭയമുണ്ട്, ഡിസസ്റ്റ്, വെറുപ്പുണ്ട്, ആങ്കർ, കോപമുണ്ട്. ഈ 3 കാര്യങ്ങൾ 6 മാസമാകുമ്പോൾ കുട്ടിക്ക് അഡീഷണലായിട്ട് ഉണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റുകളാണ് ഫിയർ, ഡിസസ്റ്റ്, ആങ്കർ. 12 മാസമാകുമ്പോൾ, അതായത് കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ ആൾറെഡി എന്തൊക്കെയുണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, കണ്ടോ, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഡിലൈറ്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഈ ഫിയർ ഉണ്ട്, ഡിസസ്റ്റ് ഉണ്ട്, ആങ്കർ ഉണ്ട്. അത് ഈ ഡിലൈറ്റിൽ നിന്നും 2 കാര്യങ്ങൾ കൂടി ഉടലെടുക്കുന്നുണ്ട്, പ്രഹർഷവും പ്രിയവും, എലഷൻ ആൻഡ് അഫെക്ഷൻ. ഈ 2 കാര്യങ്ങൾ കൂടി ഈ ഒരു കുട്ടിക്ക് ഉടലെടുക്കുന്നതെന്നാണ് നമ്മുടെ കാതറിൻ ബ്രിഡ്ജസ് പറയുന്നത്. പ്രഹർഷവും പ്രിയവും 12 മാസമാകുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്നു. 18ാം മാസം ആകുമ്പോഴത്തേക്കിന് ആൾറെഡി എന്തൊക്കെയുണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഡിലൈറ്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഈ ഫിയർ ഉണ്ട്, ഡിസസ്റ്റ് ഉണ്ട്, ആങ്കർ ഉണ്ട്. അതിനോട് അഡീഷണലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ജലസ്, അസ്വസ്ഥത അല്ലെങ്കിൽ ഈർഷ്യ എന്ന് പറയും. അസ്വസ്ഥതയല്ല, അസൂയ അല്ലെങ്കിൽ ഈർഷ്യ എന്നൊക്കെ നമ്മൾ പറയും. ജലസിയ എന്ന് പറയില്ല, അസൂയ അല്ലെങ്കിൽ ഈർഷ്യ. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് 18ാമത്തെ മാസത്തിലാണ്. അത് ഡിസ്ട്രെസ്സിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇലേഷനും അഫെക്ഷനും ഉണ്ട്. അഫെക്ഷൻ എന്ന് പറയുമ്പം അഡൾട്ട്സിനോടും ചിൽഡ്രനോടും, മുതിർന്നവരോടും പ്രായപൂർത്തിയായവരോടും കുട്ടികളോടും ഈ എന്ത് ചെയ്യുന്നു, അഫെക്ഷൻ ഉണ്ടാകുന്നു. പിന്നീട് 24ാമത്തെ മാസമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യം, അതായത് ഡിലൈറ്റിൽ നിന്നും ജോയ് ഉടലെടുക്കുന്നു. സന്തോഷമാണ് കുട്ടിക്ക് ഉടലെടുക്കുന്നത്, ജോയ്, ഹാപ്പിനെസ്. ജോയ് ഉടലെടുക്കുന്ന ഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ജോയ് ഉടലെടുക്കുന്നത് 24ാമത്തെ മാസത്തിലാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആൾറെഡി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജോയും ഉടലെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം 2 വയസ്സ് വരെയായ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് പഠനം നടത്തിയ വ്യക്തിയാണ് കാതറിൻ ബ്രിഡ്ജസ്. ആദ്യമായിട്ട് ജനിക്കുന്ന കുട്ടിക്കുണ്ടാകുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റാണ് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സംത്രാസം മനസ്സിലാക്കുക. 3 മാസമാകുമ്പോൾ ഡിസ്ട്രെസ്സും എക്സൈറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഡിസ്ട്രെസ്സും ഡിലൈറ്റും വരുന്നു. 6 മാസമാകുമ്പോൾ ഫിയറും ഡിസസ്റ്റും ആങ്കറും വരുന്നു. 12 മാസമാകുമ്പോൾ എലേഷനും അഫെക്ഷനും വരുന്നു. 18 മാസമാകുമ്പോൾ ജലസി വരുന്നു. അതുപോലെ അഫെക്ഷനിൽ നിന്നും മുതിർന്നവരോടും കുട്ടികളോടും ഉണ്ടാകുന്നു. 24 മാസമാകുമ്പോൾ ജോയ് രൂപപ്പെടുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യന് 30 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യങ്ങളാണ്, അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളോ കമൻറ്റുകളോ രേഖപ്പെടുത്താണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.